നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസമായി. ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അതിൻ്റെ പീക്കിലേക്ക് കടക്കുകയാണ്. ഡ്യൂറൻഡ് കപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ISLനായിട്ടുള്ള കാത്തിരിപ്പാണ്. സെപ്റ്റംബർ 13 ISL മത്സരങ്ങൾ ആരംഭിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്കിവിടെ ഒരു പൂരമുണ്ട്. അതെ, സൂപ്പർ ലീഗ് കേരള SLK ആദ്യ സീസൺ നമ്മുടെ മുന്നിലേക്ക് എത്തുകയായി. 7-ാം തീയതിയാണ് ആദ്യ മത്സരം വരുന്നത്. 7-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് ഉദ്ഘാടന മത്സരം നടക്കും. അപ്പോൾ സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഫോർമാറ്റ്, എത്ര ടീമുകളുണ്ട്, അതുപോലെ പ്രൈസ് മണി എങ്ങനെയാണ്, ലൈവ് ടെലികാസ്റ്റ് അവൈലബിൾ ആയിരിക്കുമോ, ടിക്കറ്റ് നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഫുട്ബോൾ പ്രേമികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. അത് തന്നെ പറയട്ടെ, ഇത് തീർച്ചയായിട്ടും വലിയൊരു ചുവടുവെപ്പാണ് കേരളത്തിലെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് നല്ലൊരു അവസരം കൊടുക്കുന്ന ഒരു സംരംഭമാണ്. 6 ടീമുകളാണ് പ്രഥമ സീസണിൽ മാറ്റുരയ്ക്കുക. ടീമുകൾ ഒന്ന് തിരുവനന്തപുരം കൊമ്പൻസ്, മറ്റൊന്ന് ഫോഴ്സ കൊച്ചി FC, പിന്നെ തൃശ്ശൂർ മാജിക് FC, മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ്, കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബ്ബ്, അതുപോലെ കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ്. ഇങ്ങനെ 6 ഫ്രാഞ്ചൈസികളാണ് പ്രഥമ സീസണിൽ മാറ്റുരയ്ക്കാനുള്ളത്. ടൂർണമെൻറ്റിൻ്റെ ഒരു ഏകദേശ രൂപം പറയാം. ടൂർണമെൻറ്റ് കിക്ക് ഓഫ് വരുന്നത് നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 7-നാണ്. ഫൈനൽ വരുന്നത് നവംബർ 10-നാണ്. 6 ഫ്രാഞ്ചൈസികളാണ് ആദ്യ സീസണിലുള്ളത്. അഡീഷണൽ ഫ്രാഞ്ചൈസീസ് ഒരു പക്ഷേ സീസൺ 6 മുതൽ ഉണ്ടായിരിക്കും. ദെൻ പ്രൈസ് മണിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1.5 കോടിയുടെ പ്രൈസ് മണിയുണ്ട്. എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസിന് 1 കോടിയാണ് പ്രൈസ് മണി ലഭിക്കാൻ പോകുന്നത്, ₹1 crore. റണ്ണേഴ്സപ്പിന് 0.5 crore പ്രൈസ് മണി ഉണ്ടാവുക. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 30 ലീഗ് സ്റ്റേജ് മാച്ചസ് ഉണ്ട്. 6 ഫ്രാഞ്ചൈസികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന 30 ലീഗ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കും. പിന്നെ 2 സെമി ഫൈനൽ മത്സരങ്ങളും ഒരു ഫൈനലുമായിട്ട് 33 മത്സരങ്ങളാണ് ഈ ഒരു ചെറിയ കാലയളവിൽ, അതായത് സെപ്റ്റംബർ 7 മുതൽ നവംബർ 10 വരെയുള്ള ആ ഒരു കാലയളവിൽ നടക്കാൻ പോകുന്നത്. അതായത് ഫുട്ബോൾ പൂരമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നർത്ഥം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കുക. 6 ഫോറിൻ പ്ലെയേഴ്സ് ഓരോ ഫ്രാഞ്ചൈസി ടീമിലും കളിക്കാം. അങ്ങനെ AFFൻ്റെ പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുള്ള ആദ്യ ലീഗാണ്, ഓൺലി ലീഗ് ഇൻ ദി കൺട്രി ടു ഗെറ്റ് ദിസ് അപ്രൂവൽ. അത് ഒരു ഡൊമസ്റ്റിക് ലീഗിന് ഇങ്ങനെ ഒരു അപ്രൂവൽ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഇന്ത്യൻ മാർക്കി പ്ലേയേഴ്സും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വളർന്നു വരുന്ന താരങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ പ്രതിഭാസമ്പന്നമായ താരസമ്പന്നമായ ടീമുകളാണുള്ളത്. ബ്രസീലിൽ നിന്നും അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നും മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും, ഈവൻ മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പൊളിച്ചടുക്കിയ കെർവൻ ബെൽഫോർട്ട് വരെ ഇത്തവണ ബൂട്ട് കെട്ടാനുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ താരങ്ങളെക്കുറിച്ച്, ഏതൊക്കെ ടീമിൽ ഏതൊക്കെ താരങ്ങൾ കളിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പ്രതിഭാസമ്പന്നമായ ടീമുകളാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇനി വെന്യൂസ്, 4 വെന്യൂസിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒന്ന് മഞ്ചേരി, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. 4 വേദികളെന്ന് പറയുമ്പോൾ മലപ്പുറത്ത് മഞ്ചേരിയിൽ പയ്യനാട് സ്റ്റേഡിയം എന്ന് നമ്മൾ പറയാറുള്ള മലപ്പുറം ഡിസ്ട്രിക്ട് സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം, അതിൻ്റെ കപ്പാസിറ്റി 25,000. ദെൻ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ കളികൾ വരുന്നു, കപ്പാസിറ്റി 30,000. കൊച്ചി ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, കപ്പാസിറ്റി 36,000. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, കപ്പാസിറ്റി 18,000. അപ്പോൾ ഈ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി ലൈവ് ഉണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. ഇപ്പം ബ്രോഡ്കാസ്റ്റ് പാർട്ട്നേഴ്സായിട്ട് ഈ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സ്റ്റാർ സ്പോർട്സ് ഫസ്റ്റ്, അതോടൊപ്പം തന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാർ. സോ നമുക്ക് ലൈവായിട്ട് മത്സരങ്ങൾ കാണാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കൂടാതെ ടിക്കറ്റ് നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളത് Paytm ഇൻസൈഡറാണ് ടിക്കറ്റിംഗ് പാർട്ട്ണറായിട്ടുള്ളത്. ചുരുക്കത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളോടെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ലീഗ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സൂപ്പർ ലീഗ് കേരള. അതിൻ്റെ ഇനാഗുറേഷൻ 7-ാം തീയതി നടക്കാൻ പോവുകയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന മത്സരമുള്ളത്. അപ്പം ഉദ്ഘാടന മത്സരത്തെക്കുറിച്ചും മറ്റ് വിശദമായ ഫിക്സറൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക വിവരങ്ങളെല്ലാം ലഭിച്ചു എന്ന് കരുതുന്നു. ഏതൊക്കെ ടീമുകൾ കളിക്കുന്നു, അതുപോലെ തന്നെ ഓരോ ടീമിലെയും വിദേശ താരങ്ങളുടെ എണ്ണം എന്തായിരിക്കും, അതുപോലെ ടീമിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും, അതുപോലെ ടൂർണമെൻറ്റിൻ്റെ
ടൂർണമെൻറ്റിൻ്റെ സ്ട്രക്ചർ 30 മത്സരങ്ങളും പിന്നെ ലീഗ് സ്റ്റേജ് മത്സരങ്ങളും 2 സെമി ഫൈനലും ഒരു ഫൈനലുമായിട്ട് വരുന്നു. ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അത് സ്റ്റാർ സ്പോർട്സിലൂടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം 4 വേദികളിലായിട്ട് ഇതാ കേരളത്തിലെ ഫുട്ബോൾ പൂരം SLK നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. കാത്തിരിക്കാം 7-ാം തീയതിയിലെ ആ ഒരു കിടിലൻ ഉദ്ഘാടനത്തിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.